നമുക്കറിയാം ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത രണ്ട് പ്രമുഖ വ്യക്തികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും ഞാൻ അവരോട് വ്യവസായത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വ്യവസായത്തെ പറ്റി ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യവസായികളാണ്, ഞങ്ങൾക്ക് അത് ഒഴിച്ചു വേറൊന്നും അറിയില്ല. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും യുപിയുടെ മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ. അതുകൊണ്ട് അപ്പൊ അവരാണ് തീരുമാനം എടുക്കേണ്ടത്, നിയമങ്ങൾ മാറ്റേണ്ടത്. അവരോട് സംസാരിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങൾ? ഒരു കച്ചവടക്കാരനാകുമ്പോ എല്ലാവരുമായിട്ടും ബന്ധം വേണമല്ലോ. ശരിയാണല്ലോ. കാരണം നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ രാഷ്ട്രീയം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ കച്ചവടം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുക. പ്രതിപക്ഷത്തിന് ബഹിഷ്കരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടേ ഒരു പരിപാടി നടക്കും? അല്ല, ഞാൻ പോയി പ്രതിപക്ഷം ബഹിഷ്കരിച്ച്, ഇത് ഡെമോക്രസി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറുചോദിക്കട്ടെ. പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്കും അവകാശമില്ലേ? അപ്പൊ പിന്നെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. ലക്നൗ മാള് തുടങ്ങി, അത് രാജ്യം മുഴുവൻ വാർത്തയായി. ഞാൻ ഈ ലക്നൗ മാളിനെ പറ്റി എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അതെങ്ങനെ കൈകാര്യം ചെയ്തു? ലക്നൗ മാളിലേക്ക് ശ്രീ MA യൂസഫലിയുടെ ലുലു മാൾ ലക്നൌവിൽ തുടങ്ങുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു, ഉണ്ടായി, ഒരാഴ്ചക്കുള്ളുണ്ടായി. അതെങ്ങനെ കൈകാര്യം ചെയ്തു? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇന്നലെ 1,35,000 ആൾക്കാർ അവിടെ വന്നു. കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ 1,60,000 ആൾക്കാർ അവിടെ വന്നു. അതൊന്നും എനിക്കറിയാൻ മേല. ശ്രദ്ധിക്കാൻ നേരമില്ല. ഇത് കുറച്ച് മീഡിയ അവർക്ക് വിഷയം വേണ്ട. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് മീഡിയ ഷുഡ് എഡ്യൂക്കേറ്റ് the people. അത് പറയുന്നത് ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ ആയാലും ശരി, മറ്റേ ഇലക്ട്രോണിക് മീഡിയ ആയാലും ശരി, they should educate the people. നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതാ. ഇതൊരു ലിമിറ്റ് വിട്ടു പോകുന്നു. അപ്പൊ അവരത് വളരെയധികം പ്രസിദ്ധം, അതിന് വലിയൊരു ഇത് കൊടുക്കുന്നു, അഡ്വർടൈസ്മെന്റ് മാതിരി ഇങ്ങനെ. പക്ഷെ നമ്മൾക്ക് ലാഭമാണ്, കാരണം ഫ്രീ ആയിട്ട് അഡ്വർടൈസ് കിട്ടിയല്ലേ ലോകം മുഴുവൻ. അതാണ് ഇപ്പൊ 1,35,000 1,50,000 ഒക്കെ വരുന്നത്. എന്താ ഉറക്കം വരുന്നു? ഇത്ര സെൻസിറ്റീവായ ഒരു കാര്യം വരുമ്പോ അതെങ്ങനെ കൈകാര്യം ചെയ്യണം? ഇപ്പോഴത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. കുഴപ്പമുണ്ടല്ലോ. ഇന്ന ആളുകൾ, ശ്രീ പിണറായി വിജയൻ, ശ്രീ യോഗി ആദിത്യനാഥ്, ശ്രീ നരേന്ദ്രമോദി, ഇവരുടെയൊക്കെ പരബ്രഹ്മം വ്യത്യസ്തമാണ്, ഒരു ഇതല്ല. കച്ചവടക്കാരൻ അവൻ എത്രയോ കോടീശ്വരനോ ബില്യണറോ ആയിക്കോട്ടെ, ആ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടി നിന്നാൽ പ്രോട്ടോകോൾ വൈസ് പഞ്ചായത്ത് മെമ്പറാണ് വലുത്. അതാണ് ഡെമോക്രസി, അതാണ് നമ്മളുടെ ഭരണഘടന. ഇല്ല, ആരും പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് മീഡിയ എന്തോ പറഞ്ഞോട്ടെ, ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞോട്ടെ. ഇത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടണം. സത്യമാണെങ്കിലും എനിക്ക് വലിയ ടാർഗറ്റ് ചെയ്താൽ എൻ്റെ 32,000 മലയാളികളുണ്ട്, അതിലൊരു 15,000 കണ്ടാൽ മതി. എനിക്ക് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ കാണരുതെന്ന്. അപ്പൊ റീച്ച് കിട്ടി അവർക്ക് കാശ് കിട്ടണം. അങ്ങനെ എൻ്റെ പേര് വിറ്റിട്ട് കാശ് കിട്ടണമെങ്കിൽ അങ്ങനെയും ജീവിക്കുന്നവരുണ്ട് പലരും. നമ്മൾക്ക് സത്യസന്ധമല്ലാത്ത കാര്യം ഒരാളെ പറ്റി അനാവശ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജുഡീഷ്യറിയാണ്. ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസ് കൊടുക്കും. അപ്പൊ പറയാ യൂസഫ് അലി അസഹിഷ്ണുതല്ല, നമ്മുടെ റൈറ്റാണത്. 100% ഞാൻ യോജിക്കുന്നു. കൊടുക്കണം. ഹൈക്കോടതി ഉണ്ട്, മറ്റു കോടതി ഉണ്ട്, സുപ്രീം കോടതിന്റെ അവിടെ കേസ് കൊടുത്തിട്ട് നമ്മളുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ? എന്നാ പിന്നെ ഞാനങ്ങട്